നമസ്കാരം, ഞാൻ അബ്ദുൽ ഖാദർ. ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു. നിങ്ങളിൽ പലരും അത് കണ്ടിരുന്നു എന്ന് വിചാരിക്കുന്നു. കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് ചെയർമാൻ റോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട് പലരും പല വിധത്തിലുള്ള കഥകൾ പറയുന്നു. എന്നാൽ എനിക്കൊരു കഥ പറയാനുണ്ട്. കഥയല്ല, ഇത് കാര്യമാണ്. റോയിയുടെ മരണത്തെ തുടർന്ന്, റോയിയുടെ റെയ്ഡിനെ തുടർന്ന്, കേരളത്തിലെ ടി.എ. ജോസഫിൻ്റെ ഓഫീസിലെ റെയ്ഡിനെ തുടർന്ന് ഞാൻ മനസ്സിലാക്കുന്നൊരു സത്യമുണ്ട്. ബിജു മാത്യു എബ്രഹാം ക്രിമിനൽ എന്നൊരു പേര് ഞാൻ ഇന്നലെ അവതരിപ്പിച്ചിരുന്നു. ബിജു മാത്യു എബ്രഹാമുമായുള്ള വഴിവിട്ട ബന്ധമായിരുന്നു സൗത്ത് ഇന്ത്യയിലെ ഇത്രയും വലിയ ഒരു ഗ്രൂപ്പിൻ്റെ ഇങ്ങനൊരു പ്രതിസന്ധിയിൽ കൊണ്ടുപോയി എത്തിച്ചത് എന്ന് ഞാൻ പറഞ്ഞാൽ ടി.എ. ജോസഫിനെ അത് എതിർക്കാൻ കഴിയുമോ? ബിജു മാത്യു എബ്രഹാം ആരാണെന്ന് അറിയാമല്ലോ. ജോസഫിന് ഞാൻ പറഞ്ഞു തരേണ്ടതില്ല, ജനങ്ങൾക്ക് വേണ്ടി ഞാൻ പറയുന്നു. മുംബൈ അധോലോകവുമായി ബന്ധപ്പെട്ട, ഡ്രഗ്സ് മാഫിയയുമായി ബന്ധപ്പെട്ട ബിജു മാത്യു എബ്രഹാം താങ്കളുമായിട്ട് എന്താണ് ബന്ധം എന്നുള്ളത് പൊതുജനങ്ങളോട് താങ്കൾ പറയൂ. പത്രസമ്മേളനത്തിൽ ധീരനായിട്ട് താങ്കൾ വന്നിരുന്നു പറഞ്ഞല്ലോ, ഞങ്ങൾക്കൊരു യാതൊരുവിധ ഇല്ലീഗൽ ട്രാൻസാക്ഷൻ ഇല്ല എന്നുള്ളത്. 2018 ഡിസംബർ 14 ഈ ബിജു മാത്യു എബ്രഹാമിന് 4,98,00,000 രൂപ താങ്കൾ ടി.എ. ജോസഫ് കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൽ നിന്നും കൊടുത്തതായിട്ടൊരു രേഖ കാണുന്നുണ്ടല്ലോ മിസ്റ്റർ ജോസഫ്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു കൊടുത്തത്? അത് ക്യാഷ്, നിങ്ങളുടെ കാശ് നിങ്ങൾക്ക് ആർക്കും കൊടുക്കാം. നിങ്ങൾ ആർക്ക് കൊടുത്തു എന്നുള്ളതല്ല, കൈപ്പറ്റിയ ആളുടെ ആരാണ് കൈപ്പറ്റിയത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒന്ന്, സാധാരണ രീതിയിൽ നമ്മുടെ നാട്ടിൽ ക്യാഷ് കൊടുക്കുമ്പോൾ ചെക്ക് കൊടുക്കാറുണ്ട്, ട്രാൻസ്ഫർ ചെയ്യാറുണ്ട്, DD കൊടുക്കാറുണ്ട്. ഈ വഴികളൊന്നുമല്ലല്ലോ കൊടുത്തിരിക്കുന്നത്. താങ്കൾ ലിക്വിഡ് മണിയല്ലേ കൊടുത്തത്, 4,98,00,000 രൂപ. അല്ല, താങ്കൾ ചെക്കായിട്ടോ മറ്റ് ട്രാൻസ്ഫർ ആണെന്നുണ്ടെങ്കിൽ അത് എങ്ങനെയാണെന്നുള്ളത് താങ്കൾ പറയൂ. അത് താങ്കളാണ് പറയേണ്ടത്. ആ കാലഘട്ടങ്ങളിൽ താങ്കൾ ഉപയോഗിക്കുന്ന ഒരു പോർഷ് കെയിൻ കാർ ഉണ്ടായിരുന്നല്ലോ, പലതവണ പഞ്ചാബിൽ പോയി വന്നിരുന്നല്ലോ ആ കാറ് ചിലപ്പോൾ പുട്ടുപൊടി വാങ്ങാൻ പോയതായിരിക്കും പഞ്ചാബിലേക്ക്. അതിനെപ്പറ്റി ഞാൻ ചോദിക്കുന്നില്ല. ബിജു മാത്യു എബ്രഹാമിന് കൊടുത്ത 4,98,00,000 രൂപ എന്തിനു കൊടുത്തു എന്നുള്ളത് താങ്കൾ പറയണല്ലോ. ഏതെങ്കിലും ഇല്ലീഗൽ ബിസിനസ്സാണോ, അതോ ഇടുക്കി ജില്ലയിലുള്ള ശാന്തമ്പാറയിലെ KRV എസ്റ്റേറ്റ് തട്ടിയെടുക്കുന്നതിന് താങ്കൾ കൊടുത്തൊരു കൊട്ടേഷനാണോ? ഇടുക്കി ജില്ലയിലെ അറിയപ്പെടുന്ന ഗുണ്ടകളുമായിട്ട് എന്താണ് താങ്കൾക്ക് ബന്ധം? കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് ചെയർമാൻ മരണപ്പെട്ട സമയത്ത് ഫെബ്രുവരി 1 മോർണിംഗ് 11 മണി സമയത്ത്, 11 to 11:30 ലൈവ് TV പല ചാനലിലും ഇടുക്കി ജില്ലയിലെ അറിയപ്പെടുന്ന റൗഡികളെയും ഗുണ്ടകളെയും കണ്ടിരുന്നല്ലോ. ഇത്രയും വലിയൊരു കമ്പനി എന്ന് അവകാശപ്പെടുന്ന നിങ്ങൾക്ക് ഇടുക്കി ജില്ലയിലെ ഗുണ്ടകളുമായിട്ട് എന്താണ് ബന്ധം? ഞാൻ വീണ്ടും പറയുന്നു, ഇത്രയും വലിയൊരു പ്രതിസന്ധി അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിന് മാത്രമല്ല, റോയിയുടെ കുടുംബത്തിന് മാത്രമല്ല, സൗത്ത് ഇന്ത്യയിൽ അറിയപ്പെടുന്നൊരു ബിസിനസ്സുകാരൻ്റെ ഇത്രയും വലിയൊരു പ്രതിസന്ധിക്ക് ബിജു മാത്യു എബ്രഹാം എന്നുള്ള ഒരു ക്രിമിനലുമായിട്ട് താങ്കൾക്കുള്ള ഒരു ബന്ധമാണ് എന്ന് ഞാൻ പറഞ്ഞാൽ നിഷേധിക്കാൻ കഴിയില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പല കാര്യങ്ങളും പറയാനുണ്ട്. ഞാൻ എല്ലാം കൂടെ പറയുന്നില്ല, ഒന്നൊന്നായിട്ട് പറഞ്ഞാൽ പോരെ. ഞാൻ ഒരിക്കൽ കൂടി പറയാണ്,
കേൾക്കുന്നവർക്ക് വേണ്ടിയിട്ട്, ജോസഫിന് വേണ്ടിയിട്ടല്ല. ബിജു മാത്യു എബ്രഹാം ക്രിമിനൽ എന്ന് ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്താൽ എന്താണെന്നുള്ളത്, ബിജു മാത്യു എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ ഇന്നലെ ഞാൻ പോസ്റ്റ് ചെയ്ത വീഡിയോ കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവും.